നരകത്തിൽ കിടന്ന് പീഡ അനുഭവിച്ചപ്പോഴാണ് അവൻ മുകളിലേക്ക് നോക്കിയത്. ചില വേദന എൻ്റെ ജീവിതത്തിൽ വരുമ്പോഴാണ് മറ്റുള്ളവൻ്റെ വേദനയാണെന്ന് നമ്മൾ അറിയുക. അല്ലെങ്കിൽ ഒരിക്കലും നമ്മളത് അറിയില്ല. എൻ്റെ കുടുംബത്തിലെ മക്കളെ ഒരു ദുരിതത്തിലൂടെ കടന്നു പോകുന്നു. ആ ദുരിതം ഞാൻ എൻ്റെ കൂട്ടുകാരിയുടെ പങ്കുവയ്ക്കുമ്പോൾ കൂട്ടുകാരി റിലാക്സ് ആയിട്ട് കടന്നു പോവുക. കുറച്ച് കഴിയുമ്പോൾ അവ വീട്ടിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ അപ്പോഴാ ആ വേദനയായിട്ട് മാറുള്ളൂ. പലപ്പോഴും നമുക്ക് ചില കാര്യങ്ങൾ അതിൻ്റെ ആഴത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ അത് അനുഭവിച്ചിട്ടില്ല. അനുഭവിക്കുമ്പോഴാണ് ചില വേദനകളെ നമുക്ക് ആ വേദനയുടെ അർത്ഥത്തിൽ മനസ്സിലാക്കാം. അല്ലെങ്കിൽ നമ്മൾ വെറുതെ വാക്കുകളൊക്കെ പറഞ്ഞ് പോരുന്നുള്ള വ്യക്തികളായിട്ട് മാറും. നമ്മളത് അവനോടൊപ്പം ഒന്ന് കണ്ണുനീര് ചൊരിയുന്നുണ്ടെങ്കിൽ, അവനോടൊപ്പം ഒരു നൊമ്പരങ്ങൾ ഇടുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഞാൻ അതിൻ്റെ ആഴത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. ഒരു മുറിപ്പാടുണ്ടായ വ്യക്തിക്കാണ് ആ മുറിപ്പാടിൻ്റെ ആഴം മനസ്സിലാകുള്ളൂ. നമ്മൾ ആ മുറിപ്പാടിനെ കുറിച്ച് പറയുമ്പോൾ കുഴപ്പമില്ലാട്ടോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മനസ്സിലാകില്ല. ആ സമയത്താണ് ധനവാൻ അത്രയും നാള് അവൻ്റെ വേദന അനുഭവിച്ചിട്ടില്ല. ആ ദുരിതത്തിലൂടെ കടന്നു പോയപ്പോഴാണ് ലാസർ ഇങ്ങനെയൊക്കെയാണല്ലോ അനുഭവിച്ചെന്ന് മനസ്സിലായി. നോക്കാണ് നമ്മുടെയൊക്കെ നോട്ടം ഈ വേദന വരുമ്പോൾ മാത്രമാണെന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഇങ്ങനെ വേദന വരുമ്പോൾ മാത്രമല്ല നോക്കേണ്ടത്, അല്ലാത്ത സമയത്തും എനിക്ക് നോക്കാൻ പറ്റുന്നുണ്ടോ? ദൈവത്തിലേക്ക് നോക്കണം, എൻ്റെ ചുറ്റുപാടുകളിലേക്ക് നോക്കണം, എന്നിലേക്ക് നോക്കണം. ഇങ്ങനൊരു നോട്ടം ഉണ്ടാകണം. അല്ലെങ്കിൽ എൻ്റെ സന്തോഷങ്ങൾ മാത്രമായിട്ട് നമ്മൾ ജീവിക്കുന്നു. നമ്മൾക്ക് ഈ വേദനകൾ ഉണ്ടാകുമ്പോഴെല്ലാം നമ്മൾ പച്ചയായ മനുഷ്യരാകുകയാണെങ്കിൽ, പച്ചയായ മനുഷ്യത്വം നമുക്കുണ്ട് ജീവിതത്തിലുണ്ടെങ്കിൽ, നമ്മൾ ആ നോട്ടം എപ്പോഴും ഉണ്ടാകും. എല്ലാവരിലേക്ക് നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അവനായിരിക്കുന്ന അവസ്ഥയിൽ മനസ്സിലാക്കാൻ പറ്റും. ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ധനവാന്റെ ജീവിതത്തിൽ നമ്മളൊന്ന് നടത്തിയെടുക്കേണ്ടത്. അവൻ ചെയ്യാത്ത ഈ രണ്ട് കാര്യങ്ങൾ നമുക്കൊന്ന് ചെയ്തുകൂടെ? അല്ലെങ്കിൽ എന്നെയും യേശു വിളിക്കുന്ന പേര് ധനവാൻ. എനിക്കും ഈ അവസ്ഥ തന്നെ ആയിരിക്കും ഉണ്ടാകുക. ഈ ലോകത്ത് ജീവിച്ചൊക്കെ പോയതിനു ശേഷം നമ്മൾ ആരോടും ഒരു സ്നേഹമില്ലാതെ, ആരോടും ഒരു കരുതലില്ലാതെ, ആരോട് അരികിലേക്ക് നോക്കാതെ, ആരുടെയും വേദന മനസ്സിലാകാതെ നമ്മൾ ഇങ്ങനെ ജീവിച്ചു പോകും. പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം.